ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ ഓഫ് യു. സോ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറീസും അതുപോലെ തന്നെ വളരെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് YDSC യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്മോൾ ഡി, ക്യാപിറ്റൽ ഡി, വേവ് ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഡിസ്റ്റൻസ് ഓഫ് തേർഡ് മിനിമ ഫ്രം ദ സെൻട്രൽ മാക്സിമ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ xn ഡാഷ് ഈക്വൽ ടു ഇക്വേഷൻ 2n-1 ഇൻറ്റു d lambda divided by 2d. This is the equation നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് ചെയ്യാൻ നോക്കാം. എന്നിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് 3 ആണ്. -1 ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നോക്കൂ, ദ സ്ലിറ്റ് സെപ്പറേഷൻ ഈസ് 1 millimeter അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു 10⁻³ എന്ന് വരും. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് ദ സ്ക്രീൻ ഈസ് 1 meter ഫ്രം ദ സ്ലിറ്റ്. സോ ക്യാപിറ്റൽ ഡി എത്രയാണ്? 1 meter ആണ്. ലാംഡ 500 ഇൻറ്റു 10⁻⁹ ആണ്. എല്ലാ വാല്യൂസും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 1.25 millimeter എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. സോ ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ 2n-1 ഇൻറ്റു d lambda by 2d എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ YDSC യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് 0.4 millimeter ഇഫ് ദ ഹോൾ അപ്പാരറ്റസ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. അതായത് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചു, ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് 4/3 ആണ്. വിതൗട്ട് ഡിസ്റ്റർബിങ് ദ ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ദ ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ പുതിയ ബീറ്റ എത്രയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗിവൺ ബീറ്റയെ അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്തിനെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവിഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. സോ ബീറ്റ ഡാഷ് ഞാൻ എന്ന് എഴുതുകയാണെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി ബീറ്റ ബൈ മ്യൂ എന്നെഴുതാം. ദറ്റ് ഈസ് 0.40 millimeter ഞാൻ മാറ്റുകയാണെങ്കിൽ 10⁻³ എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 4/3 എന്ന് വരും. സോ ഇതാണ് SIയിൽ ഞാൻ ഇതിൻ്റെ യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ. സോ സ്റ്റുഡൻസ്, ഞാനിവിടെ ഇപ്പോൾ മീറ്ററിൽ ഞാൻ 0.40 millimeter എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? മീറ്ററിലേക്ക് മാറ്റിയപ്പോഴാണ് ഈ ആൻസർ വന്നത്. അപ്പോൾ അല്ല എങ്കിൽ മില്ലിമീറ്റർ ഞാനിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് ബീറ്റയുടെ വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്, ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ആൻസർ വരുന്നത് 0.30 millimeter എന്നുള്ളതാണ് പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത്. എപ്പോൾ നമ്മുടെ അറേഞ്ച്മെൻറ്റ് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ വെൻ വി ആർ ഇമ്മേഴ്സിങ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻ വാട്ടർ. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ദെൻ ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഡിയർ സ്റ്റുഡൻസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ YDSC വിഡ്ത്ത് ഓഫ് ദ വൺ സ്ലിറ്റ് ഈസ് ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഫ്രം എ സ്ലിറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. ദെൻ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് മാക്സിമം ടു ദ മിനിമം. അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് വളരെ എളുപ്പമാണ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. Imax ടു ദ I മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡിന് ഞാൻ ക്യാപിറ്റൽ A എന്ന് കൊടുക്കുന്നു. എളുപ്പമല്ലേ? രണ്ടാമത് ഡബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ 2A എടുത്തു. എന്നിട്ട് ഞാൻ ആഡ് ചെയ്ത് സ്ക്വയർ ചെയ്യാൻ കാരണം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. A1 + 2A the whole square. അതർ വൺ ഈസ് A - 2A the whole square എന്നാണ് വരുന്നത്. ഇനി A + 2A the whole square വരുമ്പോൾ അത് 3A the whole square എന്നും A - 2A the whole square എന്ന് വരുമ്പോൾ -A the whole square എന്ന് വരുന്നു. ന്യൂമറേറ്ററിൽ അഡീഷൻ ചെയ്യാൻ കാരണം അവിടെ മാക്സിമം എന്നുള്ളതും
ഡിനോമിനേറ്ററിൽ സബ്ട്രാക്ട് ചെയ്യാനുള്ള കാരണം അവിടെ മിനിമം എന്നുള്ള കോൺസെപ്റ്റ് അസ്യൂം അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ്. ആഫ്റ്റർ എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി വരുന്നത് 3 square by 1 square. സോ ദി ആൻസർ ഈസ് 9. ഹോപ്പ് എവരി വൺ ഗോട്ട് ദിസ് കോൺസെപ്റ്റ് ഓൾസോ. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 9 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ 2 coherent light beams intensity I and 9I are superposed. The maximum and minimum possible intensities in the resulting beam എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. So the student is the first intensity they said I actually. So we have to take root I plus the second one is 9I root 9I the whole square. This is the first one. Then the second one minimum we have to take, that is root I minus root 9I the whole square. That is the second one. They are asking here the maximum and minimum possible intensities in the resulting beam. So ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 16 times I എന്ന് നമുക്ക് ആൻസർ വരുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 4I എന്നാണ് ആൻസർ വരുന്നത്. Dear students, our next question is the frequency of a light wave in a material 2 × 10⁻14 Hz and the wavelength is 5000 angstrom, then the refractive index of a material will be, that is the question. So refractive index mu equal to എങ്ങനെ കാണാം, V vacuum divided by then V medium എന്ന് കാണാം. Okay, so this is the equation actually. V vacuum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁸ ഡിവൈഡഡ് ബൈ വി മീഡിയം എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കൂ. ഫ്രീക്വൻസി 2 × 10⁻14 എന്നുണ്ട്. ദെൻ വേവ് ലെങ്ത് എത്രയുണ്ട്, 5000 × 10⁻−10 എന്നുണ്ട്. അതായത് ഇവിടെ ഞാൻ ചെയ്തത് F × λ എന്ന് ചെയ്തു. ദറ്റ് ഈസ് ദ വി മീഡിയം. ഇവിടെ എല്ലാം ക്യാൻസലേഷൻ നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ആൻസർ വരുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസലേഷൻ നടന്നാൽ ബാക്കി ഇതിൻ്റെ ആൻസർ മ്യൂ എന്ന് വരുന്നത് 3 ആയിരിക്കും. ആൻസർ വരുന്നത് മ്യൂ ഈക്വൽ ടു 3. ഓക്കെ, എളുപ്പമല്ലേ? ദെൻ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, ഇഫ് യെല്ലോ ലൈറ്റ് എമിറ്റഡ് ബൈ സോഡിയം ലാമ്പ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ മോണോക്രോമാറ്റിക് ബ്ലൂ ഓഫ് ലൈറ്റ് ഓഫ് ദ സെയിം ഇൻറ്റൻസിറ്റി, ദെൻ. സോ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് വേവ് ലെങ്ത്ത്, എന്താണ് അതിൻ്റെ റിലേഷൻ കളേഴ്സിനനുസരിച്ച് വരുന്നതെന്ന് നോക്കാം. സോ കളേഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ അല്ലേ, VIBGYOR, ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 കളേഴ്സാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് യെല്ലോയും മറ്റൊന്ന് ഏതാണ്, മറ്റേത് തന്നിട്ടുള്ളത് ബ്ലൂ ആണ് അല്ലേ, ബ്ലൂ ആണ്. സോ 2 കളേഴ്സ് ഉണ്ട്. യെല്ലോ ലൈറ്റ് റീപ്ലേസ്ഡ് ബൈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ മോണോക്രോമാറ്റിക് ബ്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ യെല്ലോ ഉണ്ട്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത് യെല്ലോക്കാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ബ്ലൂവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് λy ഗ്രേറ്റർ ദാൻ λ blue എന്ന് പറയും. യെല്ലോയുടെ വേവ് ലെങ്ത്ത് മഞ്ഞ കളറിൻ്റെ വേവ് ലെങ്ത്ത് ബ്ലൂവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് വരിക. ലാംഡയും ബീറ്റയും എങ്ങനെയാണ്, ഇൻവേഴ്സ് ആയിട്ടാണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, സോ സ്റ്റുഡൻസ് λy ഗ്രേറ്റർ ദാൻ λ blue. അപ്പോൾ λ blue ചെറുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ലാംഡയും ബീറ്റയും എങ്ങനെയാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. അത് എവിടെ നിന്ന് കിട്ടി, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബീറ്റയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. λ × D / സ്മോൾ d എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ ലാംഡ കൂടിയാൽ ബീറ്റ കൂടുന്നു, ലാംഡ കുറഞ്ഞാൽ ബീറ്റ കുറയുന്നു, അതാണ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ λb കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഏത് കളറ്, ബ്ലൂ കളറ്, അതിൻ്റെ വാല്യൂം എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഓപ്ഷൻ നോക്കൂ, ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ഡിക്രീസ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ഇൻക്രീസ്. അത് സെക്കൻഡ് ഓപ്ഷൻ. ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. fringes will become less intense. So the most suitable is fringe width will decrease based on this concept. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The next question is again YDSC, light of wavelength 400 nanometer തന്നിട്ടുണ്ട്. Then angular width screen placed 1 meter away was found to be 0.2 degree. What will be the angular width of the first minima if the entire experimental apparatus
ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ തീറ്റ ഞാൻ എഴുതുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു തീറ്റ 0 എന്ന് കൊടുത്തു, ഇല്ല അത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തീറ്റ 0? 0.2 ഡിഗ്രി തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 4/3 ആണ്. സോ തീറ്റ 0യുടെ വാല്യൂ തന്നിട്ടുള്ളത് എത്രയാണ് നോക്കൂ, 0.2 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. സോ 0.2 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4/3 ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും വരുന്നത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? സോ ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുള്ളത് എൻറ്റയർ എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ വാസ് ഫൗണ്ട്, നേരത്തെ 0.2 ഡിഗ്രി ആയിരുന്നു, എന്തായിരിക്കും പുതിയ ആൻകുലാർ വിഡ്ത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ തീറ്റ ഡബ്ല്യു ന്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം കിട്ടിയതിന് എത്രയാണോ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ വാട്ടർ ആയതുകൊണ്ട് 4/3 എടുത്തു. ഗ്ലാസ് ആണെങ്കിൽ വേറെ വാല്യൂ വരും. അതുപോലെ തന്നെ വേറെ ഇനിയിപ്പോൾ ഓയിലാണോ അല്ലെങ്കിൽ മണ്ണെണ്ണയാണോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡ് ആണോ അതിനനുസരിച്ച് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിക്കൊണ്ടേയിരിക്കും. സോ ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഫൈനലി നമുക്ക് വരുന്നത്, സോ ദി ആൻസർ ഈസ് 0.15 ഡിഗ്രി. സോ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഗിവൺ തീറ്റയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. Then the next question. The next question is, in YDSC coherent sources 0.9 millimeter തന്നിട്ടുണ്ട്. Fringes are observed 1 meter away. Second dark fringe distance of 1 millimeter from the central fringe. The wavelength of the monochromatic light used. അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 1-2 ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ് എൻ ഡാഷ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യന് മുന്നോട്ട് പോകുന്നത്. സോ ദ ഇക്വേഷൻ ഈസ് എക്സ് എൻ ഡാഷ് ഈക്വൽ ടു 2n-1 ഇൻറ്റു ഡി ലാംഡ ഡിവൈഡഡ് ബൈ 2d. ഇതാണ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2n-1 എടുത്തത് കേട്ടോ. ഇനി ഇതിൽ വാല്യൂസ് കൊടുക്കൂ. 2 ഇൻറ്റു 2-1 ഇൻറ്റു ക്യാപിറ്റൽ ഡി. നോക്കൂ, 2 coherent sources placed 0.9 millimeter apart and fringes are observed 1 meter away. That is capital D 1 ആണ്. Then ലാംഡ നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.9 millimeter. ദറ്റ് ഈസ് 0.9 ഇൻറ്റു 10⁻³ എന്ന് എടുക്കണം. ഫൈനലി ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് പ്ലേസ്ഡ് 0.9 millimeter apart and the fringes are observed 1 meter produces the second dark fringe at a distance of 1 millimeter. So xn ഡാഷിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 1 millimeter എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെയും മില്ലിമീറ്റർ ആക്കി അസ്യൂം ചെയ്യാൻ കേട്ടോ. SI വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മില്ലിമീറ്റർ വെച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ, ഓക്കെ, ആഫ്റ്റർ ദ സിംപ്ലിഫിക്കേഷൻ വരുന്നത് എത്രയാണെന്ന് നോക്കാം. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് മില്ലിമീറ്ററിൽ കേട്ടോ. മില്ലിമീറ്ററിൽ എഴുതുകയാണെങ്കിൽ 6 ഇൻറ്റു 10⁻⁻⁴ millimeter എന്നാണ് ഞാൻ എഴുതിയത്. ഈ ഒരു ഫ്രിക്ഷൻ അല്ലെ, സോറി, YDSC അതുപോലെ ഡിഫ്രാക്ഷൻ ഇതുപോലെയുള്ള പാർട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഡിസ്റ്റൻസ് വളരെ ചെറുതല്ലേ. അപ്പോൾ നമ്മൾ മീറ്റർ എന്നുള്ളതിന് പകരം മില്ലിമീറ്റർ എന്ന് എഴുതി. ഇനി സെൻറ്റിമീറ്റർ എഴുതാം, മീറ്റർ എഴുതാം, എന്തെഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ഈ ആൻസർ സോൾവ് ചെയ്തത് മില്ലിമീറ്ററിലായിരുന്നു. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ റേഷ്യോ ഓഫ് റിസോൾവിംഗ് പവർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഫോർ 2 wavelength λ1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ λ2 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? റേഷ്യോ കാണാനാണ് അല്ലേ. അപ്പോൾ റേഷ്യോ കാണുമ്പോൾ R2/R1 ഞാൻ എഴുതുകയാണെങ്കിൽ R2 ഡിവൈഡഡ് ബൈ R1 എഴുതുകയാണെങ്കിൽ ഇൻവേഴ്സ് ആയിട്ടാണ് വരിക കേട്ടോ. റിസോൾവിംഗ് പവർ 1/λ വരിക. R പ്രൊപ്പോർഷണൽ ടു ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? 1/λ. സോ ഞാൻ R2/R1 എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 1/λ2 ഡിവൈഡഡ് ബൈ 1/λ1. സോ R2/R1 വിൽ ബി λ1/λ2. λ1 എനിക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 4000 ആണ്. ഡിവൈഡഡ് ബൈ ആംസ്ട്രോം എഴുതണം കേട്ടോ. 4000 ആംസ്ട്രോം ഡിവൈഡഡ് ബൈ λ2 തന്നിട്ടുള്ളത് 6000 ആംസ്ട്രോം ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്തു. 4 6 ക്യാൻസൽ ചെയ്താൽ ആൻസർ വരുന്നത്
2/3 ആണ് R2/R1 അല്ലെങ്കിൽ R1/R2 ആണെങ്കിൽ 3/2 ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് പ്രോബ്ലംസ്. നമ്മൾ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ആൻസറും എല്ലാവർക്കും മനസ്സിലായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള സ്റ്റെപ്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ആഫ്റ്റർ, അപ്പോൾ ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തിയറീസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആ തിയറിയൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. വളരെ ഈസി ആയിട്ടൊരു ലെസനാണ് റേ ഒപ്റ്റിക്സും അതുപോലെ തന്നെ വേവ് ഒപ്റ്റിക്സും. അപ്പോൾ വേവ് ഒപ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നീറ്റ് ആയാലും JEE ആയാലും കീമായാലും നമ്മുടെ ബോർഡ് എക്സാം ആയാലും. അപ്പോൾ എപ്പോഴും ഈ YDS ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്ടുകളാണ്. പ്രോബ്ലംസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. സോ പ്രോബ്ലംസും വളരെ കുറച്ച് ലാസ്റ്റ് ഇയേഴ്സ് ചോദിച്ചത് ഒരു അറൗണ്ട് മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് നമ്മളത് സോൾവ് ചെയ്തു. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, അതുവരെ ബൈ, താങ്ക് യു.